ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളും നമ്മുടെ അയൽരാജ്യം പാകിസ്ഥാനുമായിട്ടുള്ളൊരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാം, കാരണം നമ്മളുടെ രാജ്യം പാകിസ്ഥാനേക്കാളും വളരെ വലുതായതുകൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും മിലിറ്ററിയുടെ കാര്യത്തിലൊക്കെ തന്നെ പാകിസ്ഥാനായിട്ട് ഒത്തിരി അന്തരമുണ്ട്. മറ്റു പല കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിൽ നമുക്ക് ഇന്ത്യ ഒരു പവർഫുള്ളായിട്ടുള്ള പാകിസ്ഥാനേക്കാളും വളരെ ഒരു മേജർ പവറാണെന്നുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു ഔട്ട്ലുക്ക് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്ലോബൽ ഫയർ പവർ എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അത് ഗ്ലോബലി പിന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരെല്ലാ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഈ സ്റ്റോക്ക്ഹോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് റിസർച്ചിൻ്റെ സിപ്രിയുടെ കാര്യം പറഞ്ഞാണ്. കാരണം ആംസിൻ്റെ സെയിലും പർച്ചേസുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള സ്റ്റഡി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫയർ പവർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ലോകരാജ്യങ്ങളെ തമ്മിൽ 145 ലോകരാജ്യങ്ങളും മോഡേൺ മിലിറ്ററി പവേഴ്സിൻ്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ട് ലോകത്ത് ഏത് രാജ്യമാണ് മോസ്റ്റ് പവർഫുൾ, അപ്പോൾ അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവർ 2025 ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യ 4ാമത്തെ മേജർ ഗ്ലോബൽ പവർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പിന്നെ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾക്ക് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി സ്ട്രെങ്തിൻ്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനം നമുക്ക് നോക്കാം. നമുക്ക് പൊതുവെ അറിയാം, ഇന്ത്യ പാകിസ്ഥാനേക്കാളിലും പിന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് പല ഇൻഡെക്സും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. എന്നാൽ തന്നെയും 1 by 1 ആയിട്ട് അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എന്ന് പറയാം. പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് നമുക്കിവിടെ നിന്ന് ഈ പറഞ്ഞ ഒരു ഡാറ്റയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ പവർ ഇൻഡെക്സ്, ഈ പറഞ്ഞ ഗ്ലോബൽ ഫയർ പവറിൻ്റെ സ്റ്റഡി അനുസരിച്ച് ഇന്ത്യയുടെ പവർ ഇൻഡെക്സ് 0.1184 ആണ്. 145 രാജ്യങ്ങളിൽ 4ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ. ലോകത്തിലെ ഏറ്റവും, അതായത് അമേരിക്ക, റഷ്യ, ചൈന കഴിഞ്ഞ പിന്നെ ലോകത്തിലെ 4ാമത്തെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററിലി പവർഫുള്ളായിട്ടുള്ള രാജ്യം എന്നാണ് ഇന്ത്യ അവർ കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന് 12ാമത്തെ സ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ പവർ ഇൻഡെക്സ് 0.2513 ആണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ വന്നിട്ട്. ഇനി നമുക്ക് കമ്പാരിസൺ ബ്രീഫ് എന്നുള്ള, കാരണം മാൻ പവറിൽ ഇത് ഇച്ചൂടെ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ എനിക്ക് സംശയം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ ഇടത് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രീൻ ടിക്ക് മാർക്ക്, പിന്നെ ഇവിടെ മാത്രം പാകിസ്ഥാനാണ് ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ലാൻഡ് പവറിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ താഴെ ജിയോഗ്രഫിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പിന്നെ ഇൻഡു മാർക്കാണ് ഇട്ടേക്കുന്നത്, പാകിസ്ഥാനാണ് ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയില്ല, ഐ എം സോറി. ബാക്കിയുള്ള പിന്നെ എല്ലാ മേഖലകളിലും ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ ഇന്ത്യ ആണ് ഒന്നുകൂടെ പാകിസ്ഥാനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളതെന്നുള്ളത് ആണ് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച്. ഇനി മാൻ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടോട്ടൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ മാൻ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് പോപ്പുലേഷൻ റാങ്കിൽ 2ആണ് ഇന്ത്യ, കാരണം ചൈന ആണ് ഒന്നാമത്തത്. പാകിസ്ഥാൻ പോപ്പുലേഷൻ റാങ്കിൽ 5ആണ്. അപ്പോൾ ടോട്ടൽ മാൻ പവർ പിന്നെ എന്ന് പറയുന്നത് ഇത് എത്ര വരും? ഇത് 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, 150 കോടിയോ അങ്ങനെ ഉണ്ടാവും അല്ലേ? 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, 25 കോടി. 25 കോടി ആയിരിക്കും ഇത്. 25 കോടി 23,63,571 പാകിസ്ഥാൻ്റെ ടോട്ടൽ മാൻ പവർ. ഇന്ത്യക്ക് 140 കോടി 91,28,296. 140 കോടി. ചെറിയ പോപ്പുലേഷനാണ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ്റെ ഞാൻ പറയുന്നത്. ടോട്ടൽ പോപ്പുലേഷനാണ് 140 കോടി. ഓക്കെ, അതായത് നമ്മുടെ 1.4 ബില്യൺ നമുക്ക് ബില്യൺ കണക്കിൽ പറയാം. പാകിസ്ഥാൻ്റെ 25 കോടി 23 ലക്ഷത്തി സംതിങ് ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടാണ്, അതുകൊണ്ടാണ് ഗ്രീൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമാണെന്ന് പറഞ്ഞത്. ഇപ്പം മാൻ പവറിൽ പോപ്പുലേഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൂടുതലുണ്ട്, അതിൽ റാങ്കിങ് ഇന്ത്യക്കാണെന്ന് പറഞ്ഞത്. പിന്നെ അവൈലബിൾ മാൻ പവർ ശരിക്കും പറഞ്ഞല്ലോ,
ഇതാണ് മറ്റേ പോപ്പുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ചത്. ടോട്ടൽ പോപ്പുലേഷൻ അവൈലബിൾ മാൻ പവറിലും നമ്മൾ രണ്ടാമതാണ്. ചൈനീസ് ആണ് ഒന്നാമത്, പാകിസ്ഥാൻ ഏഴാമതാണ്. പോപ്പുലേഷനിൽ പാകിസ്ഥാൻ അഞ്ചാമതും അവൈലബിൾ മാൻ പവർ ഏഴാമതാണ്. അപ്പോൾ ഇവിടെ മാൻ പവർ നോക്കുമ്പോൾ 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, ഏതാണ്ട് 66 കോടി, 22,90,000. പാകിസ്ഥാന് അതേസമയം ഇത്ര ഫിഗേഴ്സേ ഉള്ളൂ. എത്ര? 10 കോടി സംതിങ് ഉണ്ട് അവർക്ക്. അപ്പം അവൈലബിൾ മാൻ പവറിൽ ഇന്ത്യയാണ് മുൻപിൽ. പിന്നെ ഫിറ്റ് ഫോർ സർവീസ്, ഇത് നമ്മുടെ മിലിറ്ററി ആയിട്ട് പറയുമ്പോൾ സർവീസിൽ ഇതിന് ഫിറ്റായിട്ടുള്ള എത്ര പേര് അവൈലബിൾ ആണ്? റാങ്ക് 2 ചൈന ആയിരിക്കും ഒരുപക്ഷെ ഒന്നാമത്. അതുപോലെ തന്നെ ഇവർ റാങ്ക് 7 ആണ് ഫിറ്റ് ഫോർ സർവീസ്. അപ്പോൾ അത് ഏകദേശം 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, 52 കോടി, 27,86,598 ഫിറ്റ് ഫോർ സർവീസ് എന്ന് വെച്ചാൽ ഫിറ്റായിട്ടുള്ള പോപ്പുലേഷൻ്റെ ആ ഒരു കണക്കാണ് അത് പറയുന്നത്. റീച്ചിങ് മിലിറ്ററി ഏജ് ആനുവലി, ഓരോ വർഷവും മിലിറ്ററി ഏജ് എന്ന് പറയുമ്പോൾ എത്ര? 18 വയസ്സായിരിക്കും. അപ്പോൾ അത് ഇന്ത്യക്ക് റാങ്ക് 1 ആണ്, പാകിസ്ഥാൻ റാങ്ക് 3 ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു വർഷം 23,00,000, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി, 2 കോടി 39 ലക്ഷത്തോളം ആൾക്കാർ ഓരോ വർഷവും മിലിറ്ററി ഏജ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ ഏജ് വൈസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ 2,39 ലക്ഷമാണ്. പാകിസ്ഥാനിൽ ആ സമയത്ത് 40, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, 47 ലക്ഷം ആൾക്കാർ മാത്രമേ. അവിടെ ഡിഫറൻസ് നമുക്കാണ് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് മറ്റൊരു ക്രൈറ്റീരിയയാണ്. പിന്നെ ആക്റ്റീവ് പേഴ്സണൽ എന്ന് പറയുമ്പം 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, 14,55,000 ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ 6,54,000. ഈ ആക്റ്റീവ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ മിലിറ്ററി സർവീസിലുള്ള ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം നമ്മളിത് സർവീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചായിരിക്കും ആക്റ്റീവ് പേഴ്സണൽ എന്നൊക്കെ നമുക്ക് പറയാം. റിസർവ് പേഴ്സണൽ, ഓക്കെ. റിസർവ് പേഴ്സണൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സേനയായിട്ട് സംബന്ധിച്ചുണ്ടായിരിക്കും. ഇന്ത്യക്ക് 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, 11,55,000 റിസർവ് പേഴ്സണലുണ്ട്. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് 5,50,000 ഉള്ളൂ. ഇത് പക്ഷേ നമുക്കറിയാം, ഒരു എമർജൻസി ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു റിസർവ് ഫോഴ്സ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പം ഈ അഗ്നിവീറൊക്കെ വന്നതിന് ശേഷം ഉള്ളൊരു പ്രോസസ്സിൽ കൂടെ റിസർവ് ഫോഴ്സിനെ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയും പാകിസ്ഥാൻ കുറവും, ഇന്ത്യ കാരണം പോപ്പുലേഷൻ നമുക്ക് കൂടുതലായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. അതൊക്കെ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും കൂടുതൽ. പിന്നെ പാരാമിലിറ്ററി ഫോഴ്സ് ഇന്ത്യക്ക്, പാകിസ്ഥാൻ 5 ലക്ഷം ഉള്ളൂ, ഇന്ത്യക്ക് 25,27,000 ഉണ്ട്. അവിടെ ഇന്ത്യയാണ് മുമ്പിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാൻ പവറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ. അടുത്ത് നമുക്ക് ഫൈനാൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് ബജറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. ഇന്ത്യയുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് $75 ബില്യൺ ആണ് കേട്ടോ. ഡോളർ ടേംസിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 75 ആനുവൽ ഡിഫൻസ് ബജറ്റ് എന്നാണ്. എന്നുവെച്ചാൽ നമ്മളൊരു വർഷം ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കണക്കാണ്. $75 ബില്യൺ ആണ്. പാകിസ്ഥാൻ അതേസമയം ഒരുപക്ഷെ ഇത് എത്രയാണ്? 7.6 ബില്യൺ ആയിരിക്കും ചിലപ്പോൾ, അല്ലേ? 7.6 ബില്യൺ ആയിരിക്കും. അപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫൻസ് ബജറ്റിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിഫൻസ് ബജറ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഡോളർ ടേംസിൽ കൊടുത്തിരിക്കുന്ന ഇപ്പം പാകിസ്ഥാൻ റുപ്പി, ഇന്ത്യൻ റുപ്പി കൊടുത്തിരിക്കുന്നത് അതൊരു പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനദണ്ഡമല്ല. ഡോളർ ടേംസിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ $75 ബില്യൺ ബജറ്റ് ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഏകദേശം 7.6 ബില്യൺ, 7.6 ബില്യൺ ആയിരിക്കും. കാരണം മില്യൺ ആയിരിക്കത്തില്ല, ബില്യൺ ആയിരിക്കും തീർച്ചയായിട്ടും ആനുവൽ ബജറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പാകിസ്ഥാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെയും സാമ്പത്തിക പരിതസ്ഥിതിയും അല്ലെങ്കിൽ സാമ്പത്തിക ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴും വലിയൊരു സൈസ് എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഡിഫൻസ് ബജറ്റ് പാകിസ്ഥാനേക്കാൾ തീർച്ചയായിട്ടും കൂടുതൽ കാണും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇനി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ എക്സ്റ്റേണൽ ഡെറ്റ്, നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ വിദേശ കടം, അത് തീർച്ചയായിട്ടും ഇന്ത്യക്കായിരിക്കുമല്ലോ കൂടുതൽ നടന്നല്ലേ. $371 ബില്യൺ ആയിരിക്കും. $371 ബില്യൺ പാകിസ്ഥാനെ സംബന്ധിച്ച് $92 ബില്യൺ ആയിരിക്കും. 3,369, 3,369 അത് തന്നെ. $371 ബില്യൺ പിന്നെ എക്സ്റ്റേണൽ ഡെറ്റ് പാകിസ്ഥാന് $92 ബില്യൺ ആണ്. ഫോറിൻ റിസർവ്
നമുക്ക് 627 ബില്യൺ ഡോളറിന്റെ ഫോറിൻ റിസർവ് ഉണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് 13 ബില്യൺ ഡോളറിന്റെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഫോറിൻ റിസർവിന്റെ പകുതിയോളം നമ്മുടെ എക്സ്റ്റേണൽ ഡെറ്റാണ് ശരിക്കും പറഞ്ഞത്. ഫോറിൻ റിസർവ് വിദേശ പിന്നെ റിസർവാണ് നമ്മൾ പറയുന്നത്, വിദേശ നാണ്യശേഖരം. അപ്പോൾ അത് നമുക്ക് 627 ബില്യൺ ഡോളറിന്റെ വിദേശ നാണ്യശേഖരമുണ്ട്. ലോകത്തിലെ പിന്നെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ചൈന, രണ്ടാമത് ജപ്പാൻ, മൂന്നാമത് അമേരിക്ക, നാലാമത് ഇന്ത്യയാണെന്ന് തോന്നുന്നു വിദേശ നാണ്യശേഖരത്തിൽ. പിന്നെ റഷ്യയാണെന്ന് തോന്നുന്നു അഞ്ചാമത്. റഷ്യക്ക് ഏകദേശം 600 ബില്യൺ ഡോളറിന്റെ മുകളിലുള്ള വിദേശ നാണ്യം. അത് നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരറ്റീവ് സ്റ്റഡീസിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനകത്ത് നമുക്ക് ഏത് രാജ്യം, ഇപ്പം ഇന്ത്യ, ചൈന. അപ്പോൾ ഈ വീഡിയോ, അടുത്ത വീഡിയോ ഞാൻ ഇന്ത്യയും ചൈനയായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ ചെയ്യാം. ഇവിടെ നമുക്ക് പാകിസ്ഥാനായിട്ടുള്ള കമ്പാരിസൺ നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം ഫോറിൻ റിസർവ് എന്നത് 627 ബില്യൺ ഡോളറാണ്. പാകിസ്ഥാൻ്റെ 13 ബില്യൺ ഡോളറാണ്. ഇതിനകത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്തിൽ സ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇത് കുറേ മുമ്പെടുത്ത ഫൈനലൈസ് ചെയ്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്, ജാനുവരിയൊക്കെയുള്ള സമയത്താണ്. പിന്നെ പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഓക്കെ നമ്മളിത് ഈ ഇന്ത്യക്ക് 5-ാമത്തെ സ്ഥാനമാണ് റാങ്ക് ഈ ഫോറിൻ റിസർവ് ലോകത്ത്. അതായത് ചൈന, ജപ്പാൻ, അമേരിക്ക, പിന്നെ റഷ്യ ആയിരിക്കും ചിലപ്പോൾ. റഷ്യ, ഇന്ത്യ, ഇങ്ങനെയുള്ള റഷ്യ നമ്മുടെ ഏറ്റവും ഏകദേശം മോറുള്ള സ്ഥലത്തൊക്കെയാണ് ഫോറിൻ റിസർവ്. പാകിസ്ഥാനെ സംബന്ധിച്ച് 71-ാമത്തെ സ്ഥാനമാണ് അവർക്ക് ലോകത്ത്. ഈ പറഞ്ഞ 145 രാജ്യങ്ങളിൽ 145 രാജ്യങ്ങൾ ഇന്ത്യക്ക് 5-ാം സ്ഥാനമാണ് ഫോറിൻ റിസർവിലും. എക്സ്റ്റേണൽ ഡെറ്റ് നമ്മൾ നോക്കില്ലായിരുന്നല്ലോ. എക്സ്റ്റേണൽ ഡെറ്റ് ഒക്കെ വളരെ 116-ാമത്തെ സ്ഥാനമാണ് നമുക്ക്. പാകിസ്ഥാൻ 94-ാമത്തെ സ്ഥാനം. പാകിസ്ഥാൻ ഇപ്പം കുറവാണ് ഫോറിൻ ഡെറ്റ് നമ്മളെ ഡോളർ ടേംസിൽ. പക്ഷേ ജി ഡി പിയുടെ റേറ്റ് നോക്കണം. ജി ഡി പിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ നോക്കുമ്പോഴേ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും, കൂടുതലാണ് കുറവാകുന്നത്. പിന്നെ പർച്ചേസിങ് പവർ, ഇതങ്ങനെ പർച്ചേസിങ് പവർ എന്ന് പറയുമ്പം ഇന്ത്യക്ക് 3-ാമത്തെ റാങ്കാണ്. അതായത് പിന്നെ 1-ാമത്തെ അമേരിക്കയും 2-ാമത്തെ ചൈനയായിരിക്കാം. അത് കഴിഞ്ഞായിരിക്കും ഇന്ത്യക്ക് 3-ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് എത്രയാണെന്ന് കണക്കൂട്ടാൻ പറ്റുന്നുണ്ടോ ഇത്തരം പൂജ്യങ്ങൾ? ഓക്കെ, പർച്ചേസിങ് പവർ റാങ്ക് 3-ാമത്, പാകിസ്ഥാൻ്റെ റാങ്ക് 25. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ, എത്രയാണെന്ന് ചിലത്. എനിക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റുന്നില്ല എത്രയാണ്, ബില്യനാണോ ട്രില്യനാണോ എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് രണ്ട് രാജ്യങ്ങൾ നമ്മൾ. ഇനി നമുക്ക് അടുത്ത എയർ പവർ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ലെവൽ എന്താണെന്ന് നോക്കാം. ഇന്ത്യക്ക് ടോട്ടൽ എയർക്രാഫ്റ്റ് 2229, ലോകത്തിലെ 4-ാമത്തെ റാങ്കാണ് എയർഫോഴ്സിൽ, എയർ പവറിൽ. അത് നമുക്കറിയാം അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ആയിരിക്കും തീർച്ചയായിട്ടും 4-ാമത്തെ റാങ്ക്. ടോട്ടൽ എയർക്രാഫ്റ്റ് പാകിസ്ഥാന് 1399, അത് റാങ്ക് 7-ാമത്. വലിയ പാകിസ്ഥാനൊട്ടും പുറകിലൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ ഒരു നല്ല ശക്തമായിട്ടുള്ള മിലിറ്ററി പവർ തന്നെയാണ്, സംശയങ്ങളൊന്നുമില്ല. രാജ്യം ഇങ്ങനെ കുത്തുവാളയെടുത്ത് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മിലിറ്ററി പവറിൽ അവർ വളരെ ശക്തമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആയിട്ട് അവർ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, പവർഫുൾ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു വളരെ മോശമല്ലാത്തൊരു മിലിറ്ററി പവറാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യക്ക് 2229 എയർക്രാഫ്റ്റ് ഉള്ളപ്പോൾ പാകിസ്ഥാന് 1399, 830. ഇനിയിപ്പോൾ ഈ എണ്ണത്തിൽ കാര്യമില്ല, കാരണം നമുക്കുള്ളതിൻ്റെ ക്വാളിറ്റിയൊക്കെ വ്യത്യാസമുണ്ടല്ലോ, വ്യത്യാസം വരണമല്ലോ. വ്യത്യാസം കൊണ്ട് നമ്മൾ നോക്കണമല്ലോ. ഇപ്പം നമുക്ക് ഒത്തിരി നമുക്ക് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇപ്പോൾ ഒത്തിരി എണ്ണത്തിൽ ഒത്തിരി കാണും, പക്ഷേ അവരുടെ എയർക്രാഫ്റ്റ് ഒക്കെ വളരെ പഴഞ്ചനും പഴയതും ഒക്കെ ആണെങ്കിലും പക്ഷേ കുറവുള്ള രാജ്യത്തിന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ആ വ്യത്യാസം നമുക്ക് എണ്ണത്തിൽ ഉള്ള വ്യത്യാസം വലിയ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്നാലും ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് 2229, ഇത് പാകിസ്ഥാൻ 1399. പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ ഇത് ടോട്ടൽ എയർക്രാഫ്റ്റാണ്. ആ ടോട്ടൽ എയർക്രാഫ്റ്റിൽ നമുക്ക് 513 ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട്. പാകിസ്ഥാന് 328 ഫൈറ്റർ എയർക്രാഫ്റ്റ്. പിന്നെ വരുന്നത് ഡെഡിക്കേറ്റഡ് അറ്റാക്ക്, ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല, 130, പാകിസ്ഥാന് 90. പിന്നെ ട്രാൻസ്പോർട്ട്
വെഹിക്കിൾസ് വരും. ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അതല്ല, ഈ പറഞ്ഞ ചിലപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെയും പിന്നെ സാധനങ്ങളും ഒക്കെ അവരുടെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്. വലിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് 270, പാകിസ്ഥാന് 64 എണ്ണമാണ്. അപ്പോൾ എണ്ണത്തിലെല്ലാം ഇന്ത്യയാണ് മുമ്പിൽ. പിന്നെ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ 351 ഇന്ത്യക്കും 565, അതിൽ പാകിസ്ഥാനാണ് ഏറ്റവും മുമ്പിൽ. 565 പാകിസ്ഥാനുണ്ടാണ് ട്രെയിനർ എയർക്രാഫ്റ്റുകളാണ്. സ്പെഷ്യൽ മിഷന്റെ കാര്യത്തിൽ 74 ഇന്ത്യക്കും 27 പാകിസ്ഥാനും. പിന്നെ ഏരിയൽ ടാങ്കേഴ്സ് എന്ന് പറയുമ്പം റീഫ്യൂൽ ചെയ്യുന്ന സാധനം, റീഫ്യൂൽ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണോ എന്നറിയില്ല. അത് ഇന്ത്യക്ക് 6, പിന്നെ പാകിസ്ഥാൻ 4. പിന്നെ ഹെലികോപ്റ്റേഴ്സ് 899 ഇന്ത്യക്ക്, 373 പാകിസ്ഥാന്. അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് 80 ഇന്ത്യക്ക്, 57 പാകിസ്ഥാന്. പിന്നെ അടുത്തത് നമ്മുടെ ലാൻഡ് പവർ. അപ്പം ലാൻഡ് പവറിലാണ് നമ്മൾ ആദ്യം കാണിച്ചതിൽ പാകിസ്ഥാൻ അല്പം നേരിയ മുൻതൂക്കം കാണിക്കുന്നത്. അത് ഏത് പിന്നെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. ലാൻഡ് പവർ അതായത് നമ്മുടെ ആർമിയുടെ പവർ നോക്കുമ്പം ടാങ്ക് സ്ട്രെങ്ത് റാങ്ക് 5 ഇന്ത്യക്ക്, പാകിസ്ഥാൻ റാങ്ക് 7. 4201 ടാങ്കുകളുണ്ട് മൊത്തം. പാകിസ്ഥാൻ 2627. ആർമേഡ് വെഹിക്കിൾസ് പാകിസ്ഥാന് 17,516 ഉള്ളപ്പോൾ ഇന്ത്യക്ക് 1,41,594. വലിയ വ്യത്യാസമുള്ള ശരിക്കും പറഞ്ഞത് ആർമേഡ് വെഹിക്കിൾസ്. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി 100 ഇന്ത്യക്ക്, 662 പാകിസ്ഥാന്. അവിടെ പാകിസ്ഥാനാണ് കൂടുതലുള്ളത്. വളരെ അന്തരമുണ്ട് ശരിക്കും പറഞ്ഞാൽ, 562 അന്തരമുണ്ട്. ടോഡ് ആർട്ടിലറി ഇന്ത്യക്ക് 3975, പാകിസ്ഥാന് 2629. മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഇന്ത്യക്ക് 264, പാകിസ്ഥാൻ 600. അവിടെയും പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഇത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ എവിടെയാണ് ലാൻഡ് പവർ നമ്മളിവിടെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ല, പാകിസ്ഥാനാണ് അത് അനുകൂലം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മാനദണ്ഡത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ട 2 പിന്നെ ഇല്ലേ, ഈ 2 പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് പവർ. നമ്മൾ നോക്കുമ്പോൾ ലാൻഡ് പവറിൽ നമ്മൾ 2 കാര്യത്തിൽ പാകിസ്ഥാനാണ് മുൻപിൽ നിൽക്കുന്നത്. ഏതൊക്കെ ഈ പറഞ്ഞ പിന്നെ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി, അത് ഇന്ത്യക്ക് 100 ഉള്ളപ്പോൾ പാകിസ്ഥാൻ 662. പിന്നെ വേറൊരു കാര്യത്തിലൂടെ ഉണ്ട്, മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് 264 ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാൻ 600 ഉണ്ട്. അപ്പോൾ അവിടെ പാകിസ്ഥാനാണ് കൂടുതൽ. അപ്പം അങ്ങനെ ലാൻഡ് പവറിൽ 2 മേഖലകൾ പാകിസ്ഥാന് നമ്മളെക്കാളിൽ പിന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ലാൻഡ് പവർ ഇന്ത്യക്ക് അനുകൂലമല്ലാത്തത് എന്ന് നമുക്കറിയില്ല. അടുത്ത നേവൽ പവർ നോക്കാം, നമ്മുടെ നേവിയുടെ ശക്തി നോക്കാം. ഇന്ത്യക്ക് ടോട്ടൽ ഫ്ലൈറ്റ് സ്ട്രെങ്ത് 293, എന്നുവെച്ചാൽ മൊത്തം കപ്പലും എല്ലാം കൂടെ കൂട്ടി, വെള്ളത്തിന് മുകളിലുള്ളതും താഴെയുള്ളതും എല്ലാം കൂടെ കൂട്ടി 293. പാകിസ്ഥാന് 121. അത് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ത്യ 6-മതും പാകിസ്ഥാൻ 27-മതുമാണ്. ഇന്ത്യ 6-മെന്ന് പറയുമ്പോൾ ബാക്കി 5 രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും ഫ്ലീറ്റ് സ്ട്രെങ്തിൽ? എന്തെങ്കിലും അമേരിക്ക 1-മതായിരിക്കും, ചൈന 2-മത്, 3-മത് ചൈന, റഷ്യക്ക് എന്തൊരു അമേരിക്ക, ചൈന, റഷ്യ, അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ, ചൈന, 3 രാജ്യങ്ങളായി. പിന്നുള്ളത് ഒരുപക്ഷെ ബ്രിട്ടനും ഫ്രാൻസും ആകാനുള്ള ചാൻസ് ഉണ്ട് നോക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് റാങ്കിങ് 6-ലാണ് ഇന്ത്യ നോക്കുന്നത്. പാകിസ്ഥാൻ അതിൽ 27-ാമത്തെ റാങ്കിങ്ങാണ്, 121. അപ്പോൾ ഈ ടോട്ടൽ ഫ്ലീറ്റ് സ്ട്രെങ്ത് ഉള്ളതിൽ ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കാരുണ്ട്, INS വിക്രമാദിത്യയും INS വിക്രാന്ത് നമ്മളിവിടെ കൊച്ചി പോർട്ടിലാണ് ആഭ്യന്തരമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അടുത്ത എയർക്രാഫ്റ്റ് കാരിന് വേണ്ടി നമ്മൾ പരിപാടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒന്നുമില്ല, പിന്നെ ഹെലോ കാരിയേഴ്സ് ഒന്നുമില്ല, അതെന്താ അറിയില്ല. അപ്പോൾ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ കാര്യത്തിലും ഇന്ത്യ 3-മത്തെ റാങ്കിങ് ആണ്, പാകിസ്ഥാൻ ഒന്നും ഇല്ലാത്ത 145-ാമത്തെ റാങ്കാണ്.
മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുണ്ട്. എത്ര എയർക്രാഫ്റ്റ് കാരർ ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. അവർക്ക് ഉം, ഒരു 10-നുള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ചൈനയ്ക്ക് ഒന്നാണോ രണ്ടാണോ എന്നറിയില്ല. ചൈനയ്ക്കും ഏതായാലും ഇന്ത്യക്കാളെ കൂടുതലല്ല. റഷ്യക്ക് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അങ്ങനെ കൂടുതലുള്ളതായിട്ട് അറിയില്ല ഒത്തിരി ഒന്നും. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉള്ളത്. അപ്പോൾ ഇന്ത്യക്ക് റാങ്കിങ് 3 തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനത്ത് ചിലപ്പോൾ റഷ്യ അല്ലെങ്കിൽ ചൈന ആയിരിക്കും. ചൈനയ്ക്ക് 2 ഉണ്ടോയെന്ന് സംശയമാണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സബ്മറൈൻസിൻ്റെ കാര്യത്തിൽ, അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ 18, പാകിസ്ഥാൻ 8. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഈ സബ്മറൈൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വളർച്ച ഒത്തിരി കൈവരിക്കേണ്ട മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ത്യൻ നേവിയുടെ സ്ട്രെങ്ത് ഈ ഒരു മേഖലയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പാകിസ്ഥാനൊക്കെ ഇതിനകത്തിൽ ചൈനയുടെ ഹെൽപ്പോടുകൂടി വളരെ മുൻപിലോട്ട് പോകാനുള്ള വ്യഗ്രത കാണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 10 വ്യത്യാസമില്ല. പാകിസ്ഥാൻ ഇപ്പം വളരെയധികം അവർ സബ്മറൈൻസ് എല്ലാം കൂടുതൽ വാങ്ങുവാനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവർ ഒത്തിരി മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്യാപ്പ് ഇന്ത്യക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. വളരെ കൂടുതൽ സബ്മറൈൻസ് നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടേണ്ടി വരും. ഇന്ത്യൻ ഓഷനിലൊക്കെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഒരുമിച്ചുള്ള നമുക്കെതിരെയുള്ള പ്രതിരോധം അല്ലെങ്കിൽ കൗണ്ടർ ബാലൻസിങ് അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡിസ്ട്രോയർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 13, പാകിസ്ഥാൻ ഒന്നുമില്ല. അവിടെയൊക്കെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ. ഫ്രിഗേറ്റ്സിലും 14-9 എന്നുള്ള ഡിഫറൻസാണ്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഷിപ്പിൻ്റെ ക്ലാസ്സുകളാണ് പറയുന്നത്. ഓരോൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. കോർവെറ്റ്സ് പിന്നെ 18, പാകിസ്ഥാൻ 9. അപ്പോൾ ഈ സബ്മറൈൻ്റെ കാര്യത്തിൽ റാങ്കിങ് നമ്മൾ എത്രയാണ് നോക്കിയത് ഇന്ത്യക്ക്? സബ്മറൈൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 7ാം റാങ്കാണ്, പാകിസ്ഥാൻ 11ാം റാങ്കാണ്. അപ്പം സബ്മറൈൻസ് തീർച്ചയായിട്ടും 7ാം റാങ്ക് എന്ന് പറയുമ്പം ഈ അമേരിക്ക, ചൈന, റഷ്യ, പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് ആയിരിക്കാം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ത്യക്ക് അതിനകത്തിൽ 7ാം റാങ്കാണ്. ഇപ്പോൾ കോവറ്റ്സ് പറഞ്ഞു പെട്രോൾ വെസൽസ് 136, 69 ഡിഫറൻസ്. മൈൻ വാർഫെയർ, മൈൻ സീപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്കൊന്നും ഇല്ല. പാകിസ്ഥാന് 3 മൈൻ വാർഫെയർ. അപ്പോൾ ഇത്രയാണ് നേവൽ ഡിഫറൻസ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അവിടെ ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളത് പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ എന്നാലും നമുക്ക് അത്രയ്ക്ക് പറയത്തക്ക ഒരു വലിയ എന്താണ് പറയുന്നത്, ഒരു സുപ്പീരിയോറിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യക്ക്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ, എയർഫോഴ്സിൻ്റെ കാര്യത്തിലായാലും നേവിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഒത്തിരി ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇന്ത്യക്ക് നമ്മൾ ഈ കണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ട് നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്ക് ഇനിയും മുമ്പോട്ട് പോകേണ്ട വളരെ 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 ആയിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സഫീഷ്യൻ്റ് അല്ല. കാരണം നമുക്ക് ഇപ്പം ഇൻഡിവിജ്വലായിട്ടുള്ള പിന്നെ ഇതല്ല ഭീഷണിയല്ല നമ്മൾ നേരിടുന്നത്. പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, അല്ല ചൈനയിൽ നിന്ന് മാത്രമല്ല. പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ആക്സിസ് ആയിട്ട് നിന്നിട്ട് അത് ഈ 2 രാജ്യങ്ങളിലെ നേവൽ പവേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി, മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ചൈന ഒരു ലീഡർഷിപ്പ് എടുത്ത് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും വൻതോതിലുള്ളൊരു ഭീഷണിയും അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ആശങ്കയാണ്. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അമേരിക്ക, റഷ്യ, ഫ്രാൻസ് ഈ 3 രാജ്യങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുടെ നേവൽ പവറും എയർ പവറും തീർച്ചയായിട്ടും വൻതോതിൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇവിടെ നമുക്ക് സുപ്പീരിയോറിറ്റി നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. എയർ സുപ്പീരിയോറിറ്റിയും ബാലൻസ് ഓഫ് പവർ നമുക്ക് ഫേവറബിളായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ മൊത്തം 311 എയർപോർട്ട്സ് ഉണ്ട്, പാകിസ്ഥാനിൽ 116 എയർപോർട്ട്. സൈസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെ മർച്ചൻ്റ് മറൈൻ 1859 കാർഗോ മർച്ചൻ്റ് ഷിപ്പുള്ള സമയത്ത് പാകിസ്ഥാൻ 60 ഉള്ളൂ. ഈ മേഖലയിലൊക്കെ ഇന്ത്യ വളരെ പുറകിലാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അടുത്ത 10 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള മിഷൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രോജക്റ്റൊക്കെ ചെയ്ത് ഇപ്പം മുമ്പോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയൊക്കെ ഈ മേഖലയിൽ
അഗ്രഗണ്യനാണ്. അമേരിക്കയും കടത്തിവെട്ടി അവർ നമ്പർ 1 ആയി കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം തീർച്ചയായും, ഈ ഷിപ്പിങ്ങിനെ കുറിച്ച് മാത്രം. അപ്പം മെർച്ചൻറ്റ് ഷിപ്പിൻ്റെ കാര്യത്തിൽ 1859. പാകിസ്ഥാനോട്ടോ ഓക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇസ് ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ചൈന എന്നുള്ള വമ്പൻ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, പിന്നെ പോർട്ട്സ് 56 പോർട്ട് ടെർമിനൽസ് നമുക്കുണ്ട്. പാകിസ്ഥാനിൽ 3 ഉള്ളൂ. അവരുടെ പ്രധാനപ്പെട്ട ഒരു കറാച്ചി, ഇനിയിപ്പോൾ ഗദ്വാറിലൊക്കെ ഒന്ന് ഗദ്വാർ, അതുപോലുള്ള 1, 2, 3 പോർട്ടും ടെർമിനൽസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് 56 പോർട്ട്സും ടെർമിനൽസും ഉണ്ട്. ലേബർ ഫോഴ്സ് ഇന്ത്യ റാങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ മെർച്ചൻറ്റ് മറൈൻ 12ാമത്തെ റാങ്കാണ് നമുക്ക്. എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ രാജ്യമായിട്ടും 20ാമത്തെ റാങ്കാണ്. കാരണം അതിനർത്ഥം നമ്മളെക്കാൾ എയർപോർട്ടുകളുള്ള ഇഷ്ടം പോലെ രാജ്യങ്ങൾ വേറെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചൈന ഓഫ് കോഴ്സ് വലിയ രാജ്യമാണ്, റഷ്യ വലിയ രാജ്യമാണ്, അമേരിക്ക വലിയ രാജ്യമാണ്. അപ്പോൾ ഇതിനേക്കാൾ എയർപോർട്ടുകൾ കൂടുതലുള്ള രാജ്യങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മർച്ചൻറ്റ് ഷിപ്പിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് 12ാമത്തെ റാങ്കിങ് ആണ്. അപ്പോൾ 1859 ഷിപ്പിനേക്കാൾ കൂടുതലുള്ള രാജ്യങ്ങൾ വേറെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. ലേബർ ഫോഴ്സ് 100, 10, 14 ലക്ഷം, 10 ലക്ഷം കോടി, 59 കോടി 37 ലക്ഷം ലേബർ ഫോഴ്സ് ഉണ്ട്. പാകിസ്ഥാനിൽ അത് 80 ലക്ഷം, 100, 10, 14 ലക്ഷം, 10 ലക്ഷം കോടി, 8 ലക്ഷം ഉള്ളത്. ഇന്ത്യയിൽ 59 കോടി, സോറി 8 ലക്ഷം അല്ല, 100, 10, 14 ലക്ഷം, 10 ലക്ഷം കോടി, 8 കോടി ആണ് പാകിസ്ഥാൻ ലേബർ ഫോഴ്സ്. ഇന്ത്യയിൽ 59 കോടി ലേബർ ഫോഴ്സാണ്. ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ തൊഴിലിൽ വ്യാപൃതരായിരിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ്. പിന്നെ റോഡ് വൈസ് ഇന്ത്യയിൽ മൊത്തം ഇത്രയും കിലോമീറ്റർ റോഡുണ്ട്. അതായത് 100, 10, 14 ലക്ഷം, 10 ലക്ഷം, 63,71,847. ഇതൊന്നും പോലെ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഈ പറഞ്ഞ പിന്നെ സ്ഥിതിഗതികളൊന്നും പോലെ. നമുക്കിതൊക്കെ ഡബിൾ ആക്കുകയല്ല ട്രിപ്പിൾ ആക്കുകയൊക്കെയാണ് ചെയ്യേണ്ടി വരും. പാകിസ്ഥാനിൽ 2,64,170. അവർക്കിപ്പോൾ തൽക്കാലം അത് മതി, അവരുടെ നിലവാരം അനുസരിച്ച്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഈ ഒരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു വലിപ്പം നമുക്ക് പോരാ. റോഡിൻ്റെ ഗ്ലോബൽ റാങ്കിങ്ങിൽ 2ആണ് കിലോമീറ്റർ അനുസരിച്ച്. കാരണം ചൈന ആയിരിക്കും ഒന്നാമത്, ഇന്ത്യ രണ്ടാമതായിരിക്കും. പക്ഷേ അത് നമുക്ക് പോരാ തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കൂടെ വിഷയം വന്നിട്ട്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞിട്ട്. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതായത് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. അപ്പം ഇത് നമ്മളുടെ മിലിറ്ററിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഓവറോൾ എക്കോണമിയെയും വളരെ പിന്നെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഇത്ര എയർപോർട്ടുകൾ നമുക്ക് പോരാ, ഇത്രയും മർച്ചൻറ്റ് ഷിപ്പുകൾ നമുക്ക് പോരാ, പിന്നെ വേറെ എന്താണ് പോർട്ട്സ് ആൻഡ് ടെർമിനൽസ് പോരാ. ഇതെല്ലാം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പാർട്ടായതുകൊണ്ട് റോഡ് വൈസ് പോരാ. റെയിൽവേയുടെ പറഞ്ഞിട്ടില്ല ഇവിടെ. റോഡ് വൈസ് ഇതെന്താണ് റോഡ് വൈസ് ഇവിടെ ഇതെന്താണ് ഈ വ്യത്യാസം? റോഡ് വൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 2 റോഡ് വൈസ് എന്താണെന്നുള്ളത്. ഇവിടെ റാങ്കിങ് 2, ഇവിടെ റാങ്കിങ് 4 ഓക്കെ, അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ലോജിസ്റ്റിക്സ്. പിന്നെ നാച്ചുറൽ റിസോഴ്സ് നോക്കുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ റാങ്കിങ് 23ാമത്. നമ്മുടെ രാജ്യത്ത് കുറേയൊക്കെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്. 43ാമത്തെ റാങ്കാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് 23ാമത്തെ റാങ്ക്. അപ്പോൾ ഇത്രയും ബാരൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെയിലി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. 100, 10, 14 ലക്ഷം, 7,95,000 ബാരൽസ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ 1,00,000 ചില്ലാനം ബാരൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ കൺസംഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഓയിൽ കൺസംഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 124 റാങ്കാണ്. അല്ലല്ലോ, അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വളരെ ഈ 124 റാങ്ക് എന്ന് പറയുന്നത്. കാരണം അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3ാമത്തെ രാജ്യമാണ് ഓയിൽ എനർജിയൊക്കെ കൺസ്യൂം ചെയ്യുന്നതിലും ഇമ്പോർട്ട് ചെയ്യുന്നതിലും കൺസ്യൂം ചെയ്യുന്നതിലും. ഇതെനിക്ക് കൃത്യമായി അറിയുന്നില്ല എന്താണ് ഈ 124 റാങ്ക് എന്താണല്ലോ. എന്നാലും ഓക്കെ, ഇത്രയും കൺസംഷൻ ഓക്കെ. എന്തായാലും നമുക്ക് പാകിസ്ഥാനെ അപേക്ഷിച്ച് പാകിസ്ഥാനാണ് അക്കാര്യത്തിൽ റാങ്കിങ് കൂടുതൽ കൺസംഷൻ്റെ കാര്യത്തിൽ. അത് പക്ഷേ പോപ്പുലേഷൻ കുറവായതുകൊണ്ടായിരിക്കും. ആവറേജ് കൺസംഷൻ ഉള്ളതായിരിക്കും പോപ്പുലേഷൻ. അടുത്ത പ്രൂവൺ ഓയിൽ റിസർവ്. ഓയിൽ റിസർവ് എത്ര ഉണ്ടെന്നുണ്ടായിരിക്കും. റാങ്കിങ് 22-41. അപ്പോൾ ഇത്രയും റിസർവ് നമുക്കുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മളിത് ഭൂമിക്കടിയിലുള്ള സാധനമാണിത്, മേളിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ഗ്ലോബലി നമുക്ക് 22ാമത്തെ റാങ്ക് ഉണ്ട്. പിന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ബലൂചിസ്ഥാനിലും അതുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ റിസർവ് ഉണ്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ ഓയിലിൻ്റെയൊക്കെ. ഇന്ത്യക്ക്
റാങ്കിങ് 23 ഇത്രയും പ്രൊഡക്ഷൻ ഇത്രയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നാഷണലി നമ്മുടെ രാജ്യത്ത്. ഇത്രയും ബാരൽസ്. ഈ ബാരൽസ് ഇത് ബാരൽസ് പെർ ഇയർ ആണോ എന്തോ നമുക്കറിയില്ല ഇത് കൃത്യമായിട്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താലോ? നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ കൺട്രി. ഓക്കെ. ഓരോ രാജ്യത്തിൻ്റെ റാങ്കിങ്. അമേരിക്ക മുമ്പിൽ, റഷ്യ രണ്ടാമത്, ഇറാൻ, ചൈന, കാനഡ, ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് 23-ാമത്തെ സ്ഥാനമാണ്. പാകിസ്ഥാൻ അതിലും മുമ്പിലാണല്ലോ. ഓക്കെ. ക്യൂബിക് മീറ്റേഴ്സ് ആണ് ഇവിടെ കാണാം. അപ്പം ഇത് നമുക്ക് ഓക്കെ. അതിപ്പം നമ്മൾ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മുമ്പോട്ട് പോകും അത്. അപ്പം ഓയിൽ പ്രൂവൺ ഓയിൽ ഓയിലിൻ്റെ കൺസംഷൻ പറഞ്ഞ്, ഓയിലിൻ്റെ റിസർവ് പറഞ്ഞ്, നമ്മൾ നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പാകിസ്ഥാനാണ് റാങ്കിങ് കൂടുതലുള്ളത്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ ഈ പറഞ്ഞ ബലൂചിസ്ഥാനിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ റിസർവ് ഉണ്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ. പിന്നെ നാച്ചുറൽ ഗ്യാസ് കൺസംഷൻ, അതും പാകിസ്ഥാനാണ് റാങ്കിങ് കൂടുതൽ. അതിന് പോപ്പുലേഷൻ്റെ വ്യത്യാസമല്ലായിരിക്കും, ആവറേജ് കൺസംഷൻ അല്ലായിരിക്കും അത്. പിന്നെ പ്രൂവൺ നാച്ചുറൽ ഗ്യാസ് റിസർവ്, അത് ഇന്ത്യക്കാണ് കൂടുതൽ. റിസർവ് ഇന്ത്യക്ക് കൂടുതലുണ്ട്. 24-ാമത്തെ റാങ്കിങ് ആണ്. പാകിസ്ഥാൻ 30-ാമത്തെ റാങ്കിങ് ആണ്. കോൾ പ്രൊഡക്ഷൻ നമുക്ക് ലോകത്തിലെ ചൈന ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യക്ക് റാങ്കിങ് 2-ാമത് ഉണ്ട്. അപ്പോൾ ചൈന കഴിഞ്ഞായിരിക്കും ഇന്ത്യക്കുള്ളത്. ചൈന, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൈനയും, 2-ാമത് ഇന്ത്യയാണ്, 3-ാമത് ഇന്തോനേഷ്യ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഓസ്ട്രേലിയ, ഇങ്ങനെ ലിസ്റ്റ് പോകുന്നത്. നമുക്ക് തൽക്കാലം നമുക്കത് വിടാം. നമ്മുടെ ഈ പറഞ്ഞൊരു അതും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ പല സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ കോൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇന്ത്യക്ക് 2-ാം റാങ്കാണ്, പാകിസ്ഥാൻ 29-ാമത്തെ റാങ്കാണ്. കോൾ കൺസംഷൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനാണ് കൺസ്യൂം ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിൽ, ഇന്ത്യ പുറകിലാണ്. പോപ്പുലേഷൻ്റെ ഡിഫറൻസ് ആയിരിക്കും, ആവറേജ് ആയിരിക്കും അത്. പിന്നെ പ്രൂവൺ കോൾ റിസർവ് ഇന്ത്യക്ക് 5-ാമത്തെ റാങ്കാണ്. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇന്ത്യ 2-ാമതാണ്. ലോകത്തെ റിസർവിൽ ഇന്ത്യ 5-ാമത്തെ രാജ്യമാണ്. അതിൽ നമുക്ക് റാങ്കിങ് നോക്കാം. അമേരിക്കയാണ് റാങ്കിങ്ങിൽ 1-ാമതുള്ളത്, പക്ഷേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പുറകിലാണ്. റഷ്യക്ക് 2-ാമത്തെ, 3-ാമത്തെ ഓസ്ട്രേലിയ, 4-ാമത്തെ ചൈനയ്ക്ക്. ഈ ഇതിൽ 4-ാമത്തെ റാങ്കിങ് ആണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിലാണ്. മനസ്സിലായി. കോൾ റിസർവിൽ ചൈന 4-ാമതാണ്, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ വൻതോതിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ചൈനയും വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 രാജ്യങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് പ്രൂവൺ കോൾ റിസർവിൻ്റെ ഇതെന്ന് പറഞ്ഞില്ല. പിന്നെ നമുക്ക് ജിയോഗ്രഫി കഴിഞ്ഞാൽ ഇന്ത്യക്ക് മൊത്തം ഇത്രയും സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. സ്ക്വയർ ലാൻഡ് ഏരിയ ആണ്. പാകിസ്ഥാൻ ഇത്രയും, കാരണം അത് ഡിഫറൻസ് നമുക്കറിയാം, ചെറിയ രാജ്യമായതുകൊണ്ട് ഇത്രയും. പിന്നെ ഷെയർഡ് ബോർഡർ 13,858 കിലോമീറ്റർ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ബോർഡർ മറ്റ് രാജ്യങ്ങളുമായിട്ട്. പാകിസ്ഥാന് 7,257 കിലോമീറ്ററേ ഉള്ളൂ. കോസ്റ്റ് ലൈൻ നമുക്ക് 7,000 കിലോമീറ്ററിൻ്റെ കടൽ തീരമുണ്ട്. പാകിസ്ഥാൻ 1,046 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കൂടുതൽ പോർട്ടുകളും ടെർമിനൽസും ഒക്കെ ഉള്ളതും ഇനിയും കൂടുതൽ വേണ്ടി വരുന്നത്. വാട്ടർ ബേസ് 14,500 കിലോമീറ്റർ. പാകിസ്ഥാന് ഒന്നുമില്ല. കഷ്ടം. അപ്പോൾ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ നമുക്ക് രാജ്യത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കാം. ഇത് കമ്പാരിറ്റീവ് സ്റ്റഡി മാത്രമേ ഉള്ളൂ പാകിസ്ഥാനായിട്ടുള്ള. ഇത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമല്ല, പക്ഷേ ഏകദേശം എല്ലാ ഏരിയസും അല്ലെങ്കിൽ എല്ലാ മേഖലകളും അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മിലിറ്ററി സ്ട്രെങ്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് നമുക്കറിയാം പാകിസ്ഥാനേക്കാളുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം. ഇതിനകത്തിൽ ഈ പവർ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 4-ാമതാണ്. അമേരിക്ക, റഷ്യ, ചൈന, പിന്നെ ആരാണ്? ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമുക്ക് ഇത്രയും ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്ലോബൽ ഫയർ പവർ എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും അത്. അപ്പോൾ അവരാണ് ഇക്കാര്യത്തിൽ, കാരണം ലോകത്ത് നമ്മൾ പല മേഖലകളിൽ നോക്കും, പല കാര്യത്തിലും ചില ഒരു നമ്പർ 1 ആയിട്ടുള്ള ഒന്നുകിൽ ഒരു
ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതുപോലുള്ള റിസർച്ച് ഫാം അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ഗ്ലോബൽ ഫയർ പവർ ആണ് ഇക്കാര്യത്തിൽ ഈ മേഖലയിൽ ഇതുപോലുള്ള പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും റിപ്പോർട്ട്സും അല്ലെങ്കിൽ അനാലിസിസൊക്കെ വരുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. അതായത് തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ചൈന തന്നെ ആയിരിക്കും മുൻപന്തിയിൽ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് അറിയാമല്ലോ ചൈന എത്രത്തോളം വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ് നമുക്ക് ചൈനയും അമേരിക്കയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ചൈന, റഷ്യ, അമേരിക്ക ഇതുപോലുള്ള കമ്പാരിസൺ ഉണ്ട്. 2-3 വീഡിയോകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ അല്ല, ഇനിയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഈ സെയിം വെബ്സൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ പിന്നെ എന്താണ് പറയുന്നത്, നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ പഠിക്കുക. ഇതിനകത്തിൽ എന്തെങ്കിലും പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.